നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പല നടിമാരെന്ന് പറഞ്ഞാൽ അവരൊന്നും പ്രമുഖ നടിമാരല്ല, ചിലരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, ചിലരൊക്കെ മുതിർന്ന നടിമാരായിരുന്നു. അവരൊക്കെ ഇപ്പോൾ രംഗം വിട്ട് വിശ്രമ ജീവിതത്തിലും അതുപോലെ കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഈ വാതിലിൽ മുട്ടി കണ്ണീരൊക്കെ കാണിച്ചു, ഫോൺ ചെയ്തു എന്നൊക്കെയുള്ള ആരോപണവുമായി പല മുതിർന്ന നടികളും രംഗത്തെത്തി. ഇപ്പോഴത്തെ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും പീഡിപ്പിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പലർക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പറയുന്ന നടന്മാരൊക്കെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറി അവരുടെ അവസരങ്ങളൊക്കെ നിഷേധിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഈ പറയുന്ന നടന്മാർ, അതായത് മുകേഷും ഇടവേള ബാബുവും മണിയൻപിള്ള രാജുവും ജയസൂര്യയും ഉൾപ്പെടെയുള്ള നടന്മാർ, ഈ സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ, ഇവരൊക്കെ എന്തായാലും ഇനി സിനിമ വിട്ടു പോകാൻ വഴിയില്ല. കാരണം ഇവർക്കൊക്കെ സിനിമയിൽ അഭിനയിച്ചേ മതിയാകും, അല്ലെങ്കിൽ സിനിമ വിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോവുക പ്രായോഗികമല്ല. എന്തായാലും അവരൊക്കെ മനുഷ്യരാണ്. ഇതിനു മുമ്പും പല കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട പലരും ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞു വന്നിട്ടോ അല്ലെങ്കിൽ കുറ്റമോചിതരായിട്ടോ അല്ലെങ്കിൽ വിചാരണ വേളയിൽ തന്നെയോ അവരൊക്കെ അവരുടേതായ ജീവിതം നോക്കി പോകുന്നുണ്ട്. അവരൊക്കെ പല ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നുണ്ട്, അവരുടെ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവർക്ക് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായ നടന്മാർക്ക് ഒരിക്കലും സിനിമ വിട്ട് മറ്റൊരു ജീവിതമില്ല. അതുകൊണ്ട് അവരെന്തായാലും തുടർ സിനിമകളിൽ അഭിനയിക്കും. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ചവർ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അപമര്യാദയായി പെരുമാറി എന്നൊക്കെ ആരോപിക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്ന സിനിമാ പ്രവർത്തകരും ഒരു കാര്യം ചെയ്യാനുള്ള മര്യാദ കാണിക്കണം. അതായത് ഈ ആരോപണ വിധേയരായ നടന്മാർ അഭിനയിക്കുന്ന സിനിമകളിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കണം. തീർച്ചയായും അതൊരു ധാർമ്മികതയാണ്. തങ്ങളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ തങ്ങളുടെ അവസരങ്ങൾ നിഷേധിച്ച ചിലരോടൊപ്പം അഭിനയിക്കുന്നത് ഒരിക്കലും ഒരു മാന്യതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യം പലർക്കും ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ധൈര്യമൊക്കെ അവർക്ക് എല്ലായ്പ്പോഴും നിലനിൽക്കട്ടെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ആരോപണ വിധേയരായ നടന്മാർ അവർ സ്ത്രീത്വത്തെ അപമാനിച്ചവരാണ്, അവർ സ്ത്രീകളുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയവരാണ്, അവർ സ്ത്രീകളെ ബഹുമാനിക്കാത്തവരാണ്, അവരെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തവരാണ്, ചെയ്യാൻ ശ്രമിച്ചവരാണ്. ഇങ്ങനെ പലവിധ ആരോപണങ്ങളാണ് ഈ പറയുന്ന നടന്മാരുടെ മേലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ പലർക്കെതിരെയും കേസൊക്കെ വന്നു കഴിഞ്ഞു. ആരോപണ വിധേയരായ ഈ നടന്മാർ അഭിനയിച്ച സിനിമകളും പരസ്യചിത്രങ്ങളും അഭിമുഖങ്ങളും ഒന്നും ഞങ്ങളുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യില്ല എന്നുള്ള തീരുമാനം ചാനലുകാരും ഞങ്ങളെ പീഡിപ്പിച്ചവരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരെ പീഡിപ്പിച്ചവരാണ്, ഞങ്ങളുടെ അവസരങ്ങൾ നിഷേധിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണ വിധേയരായ അല്ലെങ്കിൽ പോലീസ് കേസെടുത്തിട്ടുള്ള ഈ നടന്മാർ അഭിനയിക്കുന്ന സിനിമകളിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളൊരു തീരുമാനം കൂടി എടുക്കാൻ ഈ പറയുന്ന നടിമാരും അല്ലെങ്കിൽ ഈ ആരോപണം ഉയർത്തിയ നടിമാരും അവരെ പിന്തുണയ്ക്കുന്നവരും തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. അത് അങ്ങനെ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.